നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഏത് രാഷ്ട്രീയ ചിന്തകരോ പ്രത്യയശാസ്ത്ര അനുഭാവികളോ ആയിക്കൊള്ളട്ടെ, ചരിത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ചരിത്രപ്രേമികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നക്സലിസം. കാറൽ മാക്സ്, വ്ളാഡിമിർ ലെനിൻ, മാവോ സേതൂങ് എന്നിവരുടെ രചനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് പടർന്നു പിടിക്കുകയും ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ച ശേഷം അധികാരത്തിൽ വന്ന ജവഹർലാൽ നെഹ്റു സർക്കാരിനെയോ തുടർ ഭരണ സംവിധാനത്തെയോ അംഗീകരിക്കാതെ ഗറില്ല യുദ്ധമുറയിലൂടെ ചൈനയെപ്പോലെ ഇന്ത്യയിലും അധികാരം പിടിച്ചെടുക്കണമെന്ന് വാദിച്ച ഒരു കൂട്ടം തീവ്ര വിപ്ലവകാരികളാണ് ഇന്ത്യൻ നക്സലിസത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ വിവാദങ്ങളും രഹസ്യങ്ങളുമുള്ള പ്രസ്ഥാനമാണ് നക്സലിസം. ഒരു വശത്ത് നീതി തേടി പൊരുതിയവരുടെ കഥയാണെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ, മറുവശത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രക്തരൂക്ഷിതമായ പ്രസ്ഥാനമാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച് നഗരങ്ങളിലേക്കും ആശയങ്ങളിൽ നിന്ന് ആരംഭിച്ച് ആയുധങ്ങളിലേക്കും മാറിയ ഈ പ്രസ്ഥാനത്തിൻ്റെ വഴിത്തിരിവുകൾ ഇന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്നു. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ നക്സലിസത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും അതിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും ഇന്ത്യയിൽ അത് സൃഷ്ടിച്ച ആഘാതങ്ങളും വളരെ ആഴത്തിൽ പരിശോധിക്കുന്നു. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 18-19 നൂറ്റാണ്ടുകൾ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലമായിരുന്നു. അതായത് വ്യവസായ സ്ഥാപനങ്ങളിൽ വൻതോതിലുള്ള ഉൽപ്പാദനത്തിനായി യന്ത്രവൽകൃത മെഷീനുകൾ കണ്ടുപിടിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു തുടങ്ങി. ഇതോടെ മനുഷ്യ അധ്വാനത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞപ്പോൾ ആളുകൾ ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിൽ തൊഴിലാളികളായി ജോലി ചെയ്യാൻ പോയി. ഈ തൊഴിലാളികൾ വ്യവസായശാലകളിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികൾക്കായൊരു നയമോ ചട്ടക്കൂടോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി ഉടമകൾ ദരിദ്രരായ തൊഴിലാളി വർഗങ്ങളെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. കുറഞ്ഞ വേതനത്തിന് അവരെ 12-14 മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിച്ചു. ഈ ഫാക്ടറിയുടെ ഉടമകൾ വളരെ ശക്തരായിക്കൊണ്ടേയിരുന്നു. നിയമങ്ങൾ പോലും പണവും സമ്പത്തുമുള്ള അവർക്ക് അനുകൂലമായിരുന്നു. സമൂഹത്തിലെ ഈ വ്യവസ്ഥിതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജർമ്മൻ തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ കാറൽ മാക്സ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതി കണ്ടപ്പോൾ ഇതിനൊരു പരിഹാര മാർഗമൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി. ഇതിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതെല്ലാം നീതിയുക്തമല്ലെന്ന് അദ്ദേഹം എഴുതി. നമ്മുടെ സമൂഹം ഇപ്പോൾ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് ഫാക്ടറികൾ, പണം, അധികാരം, വിഭവങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നവരുണ്ട്. ഇത്തരക്കാരെ കാറൽ മാക്സ് ക്യാപിറ്റൽ റൂളിംഗ് ക്ലാസ്, അതായത് മുതലാളിത്ത ഭരണവർഗം എന്ന് വിളിച്ചു. മറുവശത്ത് സമ്പന്നരെക്കാൾ കഠിനാധ്വാനം ചെയ്ത് രാവും പകലും ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ അവർ എപ്പോഴും ദരിദ്രരും വിഭവങ്ങളുടെയോ അധികാരത്തിൻ്റെയോ മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്തവരാണ്. ഇത്തരക്കാരെ കാറൽ മാക്സ് വർക്കിംഗ് ലേബർ ക്ലാസ്, അതായത് തൊഴിലാളി വർഗം എന്ന് വിളിച്ചു. ഇത്തരം വ്യവസ്ഥിതി മാറാത്തിടത്തോളം കാലം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുമെന്നും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുമെന്നും കാറൽ മാക്സ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു. എത്ര കഠിനാധ്വാനം ചെയ്താലും ഈ വ്യവസ്ഥിതി മാറാത്തിടത്തോളം കാലം ദരിദ്രർക്ക് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ കഴിയില്ല. ഈ വ്യവസ്ഥിതി മാറണമെങ്കിൽ ആർക്കും സ്വകാര്യ സ്വത്തില്ലാത്തതും എല്ലാവർക്കും വിഭവങ്ങളിലും ലാഭത്തിലും തുല്യ അവകാശമുള്ളതുമായ ഒരു വർഗരഹിത സമൂഹം സൃഷ്ടിക്കണമെന്ന് കാറൽ മാക്സ് പറഞ്ഞു. അദ്ദേഹം അതിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. സമ്പന്നർ ഒരിക്കലും തങ്ങളുടെ അധികാരവും വിഭവങ്ങളും സമാധാനപരമായ രീതിയിൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ദരിദ്രരും തൊഴിലാളി വർഗവും അക്രമത്തിൻ്റെ പാത തിരഞ്ഞെടുക്കേണ്ടി വന്നേക്കാം എന്ന നക്സലിസത്തിൻ്റെ അടിത്തറയും പാകുന്ന കാറൽ മാക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ചു. സാമൂഹിക സാമ്പത്തിക സമത്വതയുടെ ഈ പ്രത്യയശാസ്ത്രത്തെ കമ്മ്യൂണിസം എന്ന് വിളിച്ചു. ഇവിടെ നിന്നാണ് ചോര നീരാക്കി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് രക്തത്തിൻ്റെ നിറമായ ചുവപ്പ് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടത്. ഇതിനെ ആളുകൾ റെഡ് കോറിഡോർ എന്നാണ് വിളിച്ചിരുന്നത്. കാറൽ മാക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ദരിദ്രരായ ജനങ്ങൾ ചൂഷണം നേരിടുകയായിരുന്നു. പക്ഷേ അന്നൊന്നും അത് എതിർക്കാനോ പ്രതികരിക്കാനോ അവർക്ക് അറിയില്ലായിരുന്നു. അതിനുള്ള മാർഗങ്ങളോ മാനദണ്ഡങ്ങളോ ആശയങ്ങളോ അന്ന് നിലവിലുണ്ടായിരുന്നില്ല. ആയതിനാൽ തങ്ങളിങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട് ജനിച്ചവരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ കാറൽ മാക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രവും ആളുകളിലേക്ക് എത്തിയപ്പോൾ
തങ്ങൾ വിശപ്പും പട്ടിണിയും സഹിച്ച് എപ്പോഴും ദാരിദ്ര്യത്തിൽ മാത്രം കഴിയേണ്ടവരല്ലെന്നും സമൂഹത്തിലെ മുഴുവൻ വ്യവസ്ഥകളും തങ്ങളെ ദരിദ്രരാക്കി നിർത്തിയിരിക്കുന്നതാണെന്നും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു മോചനമുണ്ടാകണമെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിലവിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നും പോരാടണമെന്നും കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർക്ക് പ്രചോദനമേകി. ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ച് യൂറോപ്പിലെ ജനങ്ങൾ സമത്വത്തിനായി പ്രതിഷേധിച്ചു തുടങ്ങി. കാറൽ മാർക്സ് തൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച് 3-ാമത്തെ ദിവസം തന്നെ, അതായത് 1848 ഫെബ്രുവരി 24-ന് ഫ്രാൻസിൽ തൊഴിലാളികൾ സംഘടിച്ച് മുതലാളിത്തത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അതിൻ്റെ തൊട്ടടുത്ത മാസം 1848 മാർച്ചിൽ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആശയങ്ങൾ തൊഴിലാളി വർഗ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നുവെങ്കിലും ഇവയെല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥിതിഗതി മാറി. അതായത് 1917-ൽ ഇന്നത്തെ റഷ്യ അന്നത്തെ റഷ്യൻ സാമ്രാജ്യമായിരുന്നു. അന്നവിടെ കാറൽ മാർക്സിൻ്റെ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നെഞ്ചിലേറ്റ് നടന്ന ഒരു പ്രശസ്ത നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വ്ളാഡിമർ ലെനിൻ എന്നായിരുന്നു. അദ്ദേഹം തൊഴിലാളികളെയും ചെറുകിട കർഷകരെയും ചേർത്ത് അന്നത്തെ അവിടുത്തെ രാജാവിനെതിരെ വിപ്ലവം ആരംഭിച്ചു. ഈ വിപ്ലവം വളരെ വലുതായിരുന്നതിനാൽ തന്നെ രാജാവിന് മുട്ടുമടക്കി തല കുനിക്കേണ്ടി വന്നു. ലോകത്ത് ആദ്യമായി കാറൽ മാർക്സിൻ്റെ സിദ്ധാന്തം നടപ്പിലാക്കിക്കൊണ്ട് വ്ളാഡിമർ ലെനിൻ റഷ്യൻ സാമ്രാജ്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിച്ചു. പിന്നീട് രാജാവിനെ പുറത്താക്കിക്കൊണ്ട് 1922 ഡിസംബർ 30-ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചു. ഇതേസമയം ഇന്ത്യയിൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ ഒരു ഭയം പടർന്നു പിടിച്ചു. കാരണം സോവിയറ്റ് യൂണിയനിൽ ദരിദ്രരും കർഷകരും ചേർന്ന് രാജാവിനെ പുറത്താക്കി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ദരിദ്രരുടെയും കർഷകരുടെയും എണ്ണം വളരെ കൂടുതലായിരുന്നതിനാൽ തന്നെ ഇന്ത്യയിലും കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങൾ പടർന്നു പിടിച്ചേക്കാമെന്ന് ബ്രിട്ടീഷുകാർ ഭയന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏത് വിധേനയും തടയാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ നിരവധി നടപടികളും സ്വീകരിച്ചു. എന്നാൽ അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുഭാവികൾ ഇന്ത്യയിലും പതുക്കെ വർദ്ധിക്കുവാൻ തുടങ്ങി. കാറൽ മാർക്സിൻ്റെ തത്വചിന്തകൾ ധാരാളം വായിച്ചിരുന്ന എം.എൻ. റോയ് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചില ആൾക്കാരെ കൂടി രഹസ്യമായി സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുപോയി. അവർ അവിടെ താഷ്കെൻഡിൽ വച്ച് സോവിയറ്റ് യൂണിയനിലെ നേതാക്കന്മാരുമായി കണ്ടുമുട്ടുകയും അവിടെ വച്ച് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. 1920 ഒക്ടോബർ 17-ന് എം.എൻ. റോയ്, എവലിൻ ട്രെൻഡ് റോയ്, അബാനി മുഖർജി, റോസ ഫിറ്റ്ഗോവ്, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ്, എം.ബി.ടി. ആചാര്യ എന്നീ 7 പേർ ചേർന്ന് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വച്ച് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI രൂപീകരിക്കുകയും ചെയ്തു. പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം എം.എൻ. റോയ് സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുപോയ അബാനി മുഖർജിയെയും ഷൗക്കത്ത് ഉസ്മാനെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. ഇന്ത്യയിലെത്തിയ ശേഷം അവർ രഹസ്യ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങളുടെയും ആശയങ്ങളുടെയും ലഘുലേഖകൾ വിതരണം ചെയ്തു. എഴുത്തും വായനയും അറിയാത്തവരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞു നൽകി അവർ ചൂഷണത്തിന് ഇരയാകുകയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. 1924-ൽ ബോംബെ, കാൺപൂർ, ബംഗാൾ, മദ്രാസ് എന്നിവിടങ്ങളിലെല്ലാം ട്രേഡ് യൂണിയനുകൾ സ്ഥാപിച്ചുകൊണ്ട് തൊഴിലാളികളെയും കർഷകരെയും ട്രേഡ് യൂണിയനുകളിൽ ചേർത്തുകൊണ്ട് ചൂഷണത്തിനെതിരെ പോരാടുവാൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പിൻബലം നൽകിക്കൊണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിന് അടിത്തറയിട്ടു. അത് കഴിഞ്ഞ് 1 വർഷത്തിനു ശേഷം 1925 ഡിസംബർ 26-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവർ ഒത്തുകൂടി കാൺപൂർ സമ്മേളനം എന്നറിയപ്പെടുന്ന ഒരു സമ്മേളനം നടത്തി. ഇവിടെ വച്ചാണ് എസ് എ ഡാംഗെ, മുസാഫിർ അഹമ്മദ്, നൊളിനി ഗുപ്ത എന്നിവർ ചേർന്ന് CPI ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ CPIക്കുള്ള രഹസ്യ പിന്തുണയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ പതിവായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിൽ സന്തുഷ്ടരായിരുന്നില്ല.
കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ സോവിയറ്റ് യൂണിയൻ ശ്രമിക്കുന്നതാണെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ആശങ്കാകുലരായ ബ്രിട്ടീഷുകാർ CPIയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. സ്ഥിതിഗതി നിയന്ത്രണാതീതമായപ്പോൾ അവർ CPIക്കെതിരെ തുടർച്ചയായി നടപടികൾ എടുക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ CPIക്കെതിരെ ഗൂഢാലോചന കേസ് ഫയൽ ചെയ്യുകയും കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഗവൺമെൻറ് വിരുദ്ധ പ്രവർത്തനങ്ങളും ക്രിമിനൽ ഗൂഢാലോചനയും നടത്തിയെന്ന് ആരോപിച്ച് CPIക്കും അതിലെ അംഗങ്ങൾക്കുമെതിരെ ക്രിമിനൽ നിയമ ഭേദഗതി കൊണ്ടുവരികയും 1934 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ CPI ഔദ്യോഗികമായി നിരോധിക്കുകയും ചെയ്തു. CPIയിൽ അംഗത്വമെടുക്കുന്നത് അവർ നിയമവിരുദ്ധമാക്കി. CPI നിരോധിക്കപ്പെട്ടപ്പോൾ ബാക്കിയുള്ള CPI അംഗങ്ങൾ രഹസ്യമായി ജനങ്ങളുമായി അവരുടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ തുടങ്ങി. കർഷകരെയും തൊഴിലാളികളെയും ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം CPI പ്രവർത്തകർ ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂ ഉടമ വ്യവസ്ഥ നിലനിന്നിരുന്നു. ഈ ഭൂ ഉടമ വ്യവസ്ഥ എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പ്രമാണിമാരായ ജന്മിമാർക്ക് വിശാലമായ ഭൂമി അനുവദിച്ചു നൽകും. ആ ജന്മിമാരായിരിക്കും ആ ഭൂമിയുടെ ഉടമകൾ. ഈ ഭൂമിയിൽ വരുമാനമുണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ആ ഉടമകളായ ജന്മിമാർക്കാണ്. ഈ ജന്മിമാർ ഈ ഭൂപ്രദേശങ്ങൾ കൃഷിക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായി പാട്ടത്തിന് നൽകും. കൃഷിക്കാർ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ ആ വിളവെടുപ്പിൻ്റെ 50% ആ കൃഷിഭൂമിയുടെ ഉടമയായ ജന്മിമാർ പാട്ടത്തിൻ്റെ വകയായി കൊണ്ടുപോകും. ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും കപ്പമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൊണ്ടുപോകും. ചോര നീരാക്കി അധ്വാനിക്കുന്ന കർഷകന് ലഭിക്കുന്നത് വിളവെടുപ്പിൻ്റെ 1/10 ഭാഗം മാത്രമായിരിക്കും. ഈ അവസ്ഥയിൽ കർഷകർ വളരെയധികം നിരാശരായി. അവർ കഠിനമായി അധ്വാനിച്ച് വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഭൂ ഉടമയും ബ്രിട്ടീഷുകാരും അതിൻ്റെ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നു. അതിൻ്റെ ഫലമായി കർഷകർ കടക്കെണിയിലാവുകയും കൂടുതൽ ദരിദ്രരാവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിലെ ഈ ഭൂവുടമ വ്യവസ്ഥ കർഷകരെയും മറ്റു തൊഴിലാളി ജനങ്ങളെയും കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ കാരണമായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി CPI എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിരോധിച്ചിരുന്നുവെങ്കിലും പാവപ്പെട്ട കൃഷിക്കാർക്കും തൊഴിലാളി വർഗ ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ആ ചെങ്കൊടിയുടെ തണലും അനിവാര്യമായിരുന്നു. അങ്ങനെ കൃഷിക്കാരും CPI അംഗങ്ങളും ചേർന്ന് ഭൂ ഉടമ വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ കളി ആരംഭിച്ചത് 1946 തെലുങ്കാന മേഖലയാകെ ഉൾക്കൊള്ളുന്ന അന്നത്തെ ഹൈദരാബാദ് നാട്ടുരാജ്യത്ത് ഹൈദരാബാദ് നിസാമിനെതിരെ കർഷകർ സമരം തുടങ്ങി. തങ്ങൾ കൃഷി ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ പ്രയോജനങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിനാൽ ജന്മിത്ത ഭൂ ഉടമ വ്യവസ്ഥ നിർത്തലാക്കണമെന്നും കപ്പം കുറയ്ക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയിരുന്ന കർഷക സമരത്തിന് CPI നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. തുടർച്ചയായി നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടന്നുവെങ്കിലും ഹൈദരാബാദി നിസാം അതൊന്നും അംഗീകരിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ CPI നേതാക്കളുടെ നേതൃത്വത്തിൽ ഏകദേശം 5000-ലധികം വരുന്ന കർഷകരും തൊഴിലാളികളും സംഘടിച്ച് അവർ അവിടുത്തെ എല്ലാ ഭൂ ഉടമകളുടെയും മാളികകൾ ആക്രമിക്കുകയും അവരുടെ ഭൂരേഖകൾ കണ്ടെത്തി കത്തിച്ചു കളയുകയും ചെയ്തു. അതോടെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിനുള്ളിലെ 30 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ താമസിക്കുന്ന 3000-ഓളം ചെറിയ ഗ്രാമങ്ങളടങ്ങുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ, അതായത് വാറങ്കൽ, നൽഗോണ്ട, കരിംനഗർ, അങ്ങനെ അതിന് സമീപത്തുള്ള മുഴുവൻ ഗ്രാമപ്രദേശങ്ങളും CPIയുടെ നിയന്ത്രണത്തിലായി. CPI പിന്നെ എന്തു ചെയ്തെന്ന് വെച്ചാൽ ആ പ്രദേശത്തെ 4 ലക്ഷം ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകർക്ക് വിതരണം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ആ സമയത്ത് ഹൈദരാബാദി നിസാം എന്തു ചെയ്യുകയായിരുന്നു? അദ്ദേഹം അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ലേ? മാത്രമല്ല, ബ്രിട്ടീഷുകാർ എന്തു ചെയ്യുകയായിരുന്നു? അവരും ഇത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ലേ? 1946 കാലഘട്ടമായിരുന്നതിനാൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ കുറഞ്ഞിരുന്നു. അവർ ഏത് സമയത്തും ഇന്ത്യ വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആയതിനാൽ പിന്നീടുള്ള ഒരു കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഒന്നിനും അധികം ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഹൈദരാബാദി നിസാമിന് ആ 4 ലക്ഷം ഹെക്ടർ ഭൂമി കൃഷിക്കാർക്ക് വിതരണം ചെയ്തത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആയതിനാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയാളികളെ ഉപയോഗിച്ച് കർഷകരുടെ കൃഷി നശിപ്പിക്കുകയും കർഷകരെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു.
എന്നാൽ CPI പ്രവർത്തകർ കർഷകരെ കൂട്ടി ഗറില്ല യുദ്ധത്തിന് സമാനമായ ആക്രമണങ്ങൾ നിസാമിൻ്റെ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. CPI പ്രവർത്തകരും കർഷകരും ചേർന്ന് നിസാമിൻ്റെ സൈന്യത്തെ പൊടുന്നനെ ആക്രമിക്കുകയും ഓടി മറയുകയും ചെയ്തിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ ശക്തമായിരുന്നതിനാൽ നിസാമിനും പിന്നീടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങൾ CPIയുടെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നത്. ഇതേ സമയത്ത് തന്നെ CPIയുടെ പ്രവർത്തനങ്ങൾ ബംഗാളിലേക്കും വ്യാപിപ്പിച്ചു. അതിനുശേഷം CPI ചെയ്തത് ഭൂവുടമ വ്യവസ്ഥയ്ക്കെതിരെയും കർഷകരുടെ അവകാശങ്ങൾക്കും വേണ്ടി ഒരു അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചു. ഇതോടെ ഹൈദരാബാദിലും ബംഗാളിലും മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ കർഷകർക്ക് പോലും CPIയുടെ അഖിലേന്ത്യാ കിസാൻ സഭയിൽ വൻതോതിൽ അണിചേർന്നു തുടങ്ങി. CPI അഖിലേന്ത്യാ കിസാൻ സഭയിലൂടെ കർഷകർക്ക് വേണ്ടി തേഭാഗ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ഈ തേഭാഗ പ്രസ്ഥാനം എന്തെന്ന് വെച്ചാൽ, ഭൂജന്മികളിൽ നിന്ന് കൃഷിക്കാർ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുമ്പോൾ വിളവിൻ്റെ 1/3 ഭാഗം ഭൂവുടമയ്ക്കും ബാക്കി 2 ഭാഗം കൃഷി ചെയ്ത കർഷകനും. ഈ ആശയം കർഷകരിൽ വളരെയധികം സ്വീകാര്യതയുണ്ടായി. ധാരാളം ജനങ്ങൾ അതിൽ പങ്കുചേരാൻ തുടങ്ങി. ഇതിനിടയിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതേ തുടർന്നുള്ള വിഭജന സമയത്ത് ബംഗാൾ വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം കിഴക്കൻ പാകിസ്ഥാനായി മാറി. അത് പിന്നെ ഇന്നത്തെ ബംഗ്ലാദേശായി മാറി. അങ്ങനെ CPIയുടെ അഖിലേന്ത്യാ കിസാൻ സഭയിലൂടെ തേഭാഗ പ്രസ്ഥാനം വിജയകരമായി പ്രവർത്തിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം ഇന്ത്യയിലും പാകിസ്ഥാനിലുമായൊക്കെ വിഭജിച്ചു പോരുന്നതിനാൽ സ്വാതന്ത്ര്യാനന്തരം തേഭാഗ പ്രസ്ഥാനം നിലച്ചു. ഇതേ സമയം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും CPI പറഞ്ഞിരുന്നത് ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമല്ല എന്നായിരുന്നു. ഈ ഇന്ത്യൻ സർക്കാരും വേറിട്ടതല്ല, ഇതും ഭൂ ഉടമകളുടെയും മുതലാളിമാരുടെയും സർക്കാരാണ്. ആയതിനാൽ തന്നെ CPI അടങ്ങിയിരുന്നില്ല. തൊട്ടടുത്ത വർഷം തന്നെ CPI ഔദ്യോഗികമായി ഇന്ത്യൻ സർക്കാരിനെതിരെ വിപ്ലവം ആരംഭിച്ചു. റവല്യൂഷൻ നൗ തുറണ്ട് ക്രാന്തി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഈ വിപ്ലവത്തിൽ പങ്കെടുത്ത എടുത്തു പറയേണ്ട 2 യുവ അംഗങ്ങളുണ്ടായിരുന്നു, ചാരു മജുംദാറും കൊണ്ടാപ്പള്ളി സീതാരാമയ്യരും. ഇവർ രണ്ടുപേരും കാറൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായി CPIയിൽ ചേർന്ന വിദ്യാർത്ഥികളായിരുന്നു. CPIയിൽ നിന്നുകൊണ്ടുള്ള അവരുടെ പ്രവർത്തന മികവ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവരെ പ്രശസ്തരാക്കി. ഇതേ സമയം ഇന്ത്യയുടെ തൊട്ട അയൽ രാജ്യമായ ചൈനയിലും തൊഴിൽ ചൂഷണങ്ങൾ നേരിടുകയായിരുന്നു. അവിടെയും അക്കാലത്ത് അധികം ഫാക്ടറികളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ അടിസ്ഥാനമൊക്കെയുള്ളതായിരുന്നു. ആയതിനാൽ തന്നെ കൃഷിക്കാർ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. എന്നാൽ അവിടെയും ഭൂ ഉടമ സമ്പ്രദായം നിലനിന്നിരുന്നു. അവിടെയും ജന്മിമാർക്ക് ധാരാളം ഭൂമി ഉണ്ടായിരുന്നതിനാൽ കർഷക ചൂഷണം അവിടെയും വ്യാപകമായി നടന്നിരുന്നു. മാത്രമല്ല, ജന്മിമാരുടെ അപ്രീതി ഉണ്ടായാൽ ജന്മിമാർ കർഷകരെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ചൈനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവോ സേതുങ് ദരിദ്രരായ കർഷകരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഗറില്ല ശൈലിയിലുള്ള ഒരു സൈന്യം രൂപീകരിച്ച് അവർ ഗ്രാമങ്ങളിലെ ജന്മിമാരെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് ഗ്രാമങ്ങളെല്ലാം കൈവശപ്പെടുത്തി. അതിനുശേഷം ആ കലാപം നഗരങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ അവർ നഗരങ്ങളും കൈവശപ്പെടുത്തി. അങ്ങനെ വലിയൊരു വിപ്ലവത്തിലൂടെ 1949 ഒക്ടോബർ 1 മാവോ സേതുങ് ചൈനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ചു. ചൈനയിലെ ഈ ഒരു വിപ്ലവത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ഭൂ ഉടമകളാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു വിപ്ലവം ഇന്ത്യയെയും നേരിട്ട് ബാധിച്ചു. ഇന്ത്യയിലെ CPIയും ഇതേ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. കാരണം ഇന്ത്യയിലൊരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഭൂ ഉടമ വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. ആയതിനാൽ തന്നെ ചൈനയിൽ മാവോ സേതുങ് ചെയ്ത അതേ കാര്യം എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ചെയ്തുകൂടാ എന്നൊരു ആശയം CPIയിലുണ്ടായി. ആയതിനാൽ തന്നെ ചൈനയെ പോലെ കർഷകരുടെ ഒരു ഗറില്ല സൈന്യം രൂപീകരിക്കാനും ഗ്രാമങ്ങൾ ലക്ഷ്യമിടാനും പിന്നീട് നഗരങ്ങൾ പിടിച്ചെടുക്കാനും തീരുമാനിച്ചു. എന്നാൽ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിൽ എന്താണോ സംഭവിച്ചത്, അതിനുശേഷം CPI മാത്രമല്ല ഇന്ത്യൻ സർക്കാരും സജീവമായി. ഉടനെ തന്നെ ഭൂപരിഷ്കരണം കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. ഭൂവുടമ സമ്പ്രദായം നിർത്തലാക്കുമെന്നും ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വിതരണം ചെയ്യുമെന്നും ഒരു പ്രഖ്യാപനമുണ്ടായി. അതിനായി ഇന്ത്യൻ സർക്കാർ കാർഷിക ഭൂപരിഷ്കരണ സമിതി രൂപീകരിച്ചു. അധികം സമയം പാഴാക്കാതെ തന്നെ 1949 ജൂലൈ 9 കാർഷിക ഭൂപരിഷ്കരണ സമിതി
സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഭൂവുടമ വ്യവസ്ഥ ഔദ്യോഗികമായി നിർത്തലാക്കുന്നതിനോടൊപ്പം തന്നെ ഒരാൾക്ക് എത്ര ഭൂമി കൈവശം വയ്ക്കാം എന്നതിനെക്കുറിച്ചെല്ലാം നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ ആ റിപ്പോർട്ട് സമർപ്പിച്ച ഉടനെ തന്നെ ഇന്ത്യയിലെ ശക്തരായ ഭൂവുടമകൾ പ്രതിഷേധിച്ച് രംഗത്ത് വരികയും ഭൂവുടമ വ്യവസ്ഥ നിർത്തലാക്കാതിരിക്കാൻ സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താനും തുടങ്ങി. ആയതിനാൽ തന്നെ കാർഷിക ഭൂപരിഷ്കരണം അപ്പോൾ സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ആയതിനാൽ സർക്കാരിനെതിരെ വീണ്ടും കർഷകർ സംഘടിച്ചു. അതുമൂലം വീണ്ടും ഒരു സംഘർഷാവസ്ഥ നിലനിന്നു. അങ്ങനെ ഇരിക്കെയാണ് 1951 പൊതു തിരഞ്ഞെടുപ്പ് അടുത്തു വന്നത്. ഈ സമയത്ത് 1951 CPI കൽക്കട്ടയിൽ ചേർന്ന പാർട്ടി കൺവെൻഷനിൽ അജോയ് ഘോഷിനെ CPI ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഇതോടെ CPIയുടെ പ്രവർത്തനം വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചു. CPI സായുധ സമരം നിർത്തി 1951-52 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ജനാധിപത്യപരമായ രീതിയിൽ തങ്ങൾ അധികാരത്തിലെത്തുമെന്ന് CPI അവകാശപ്പെട്ടു. എന്നാൽ ഈ തീരുമാനം CPIക്കുള്ളിൽ ഭിന്നതയുണ്ടാക്കി. കാരണം ചൈനയിൽ മാവോ സേതുങ് ചെയ്തതുപോലെ ആയുധമെടുത്ത് പോരാടി വിപ്ലവത്തിലൂടെ ഇന്ത്യയുടെ ഭരണം എന്നേക്കുമായി പിടിച്ചെടുക്കാൻ തക്കം പാർത്തിരുന്ന ചാരു മജുംദാറിനെ പോലെ നിരവധി നേതാക്കൾ CPIക്കുള്ളിലുണ്ടായിരുന്നു. അവർക്ക് CPIയുടെ ഈ നിലപാടിനെതിരെ ദേഷ്യം പോലും ഉണ്ടായി. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനുള്ള CPIയുടെ സമീപനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും വിമർശിച്ചിരുന്നു. എന്നാൽ അജോയ് ഘോഷിനെ പോലുള്ള CPIയിലെ മുതിർന്ന നേതാക്കൾ അതിനോട് യോജിച്ചില്ല. അങ്ങനെ CPI തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അധികാരത്തിലിരുന്നിരുന്ന ജവഹർലാൽ നെഹ്റു സർക്കാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കാതിരുന്നതിനാൽ തന്നെ ആ സർക്കാരിനെതിരെ നിഷേധാത്മക വികാരങ്ങളുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ മത്സര രംഗത്തേക്ക് വന്ന പുതിയ പാർട്ടിയായ CPI രണ്ടാമത്തെ ഉയർന്ന സീറ്റുകൾ നേടി പ്രധാന പ്രതിപക്ഷ കക്ഷിയായി. അങ്ങനെ CPI ജനാധിപത്യ രീതിയിൽ തന്നെ ഇന്ത്യയിലാകമാനം ഘട്ടം ഘട്ടമായി വളരാൻ തുടങ്ങി. 1957 കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഉയർന്നു വരികയും 5 സ്വതന്ത്രരുടെ പിൻബലത്തോടെ CPIയിലെ EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും CPIയുടെ മുന്നേറ്റമുണ്ടായി. ഇത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യയിലെ ഭൂവുടമ വ്യവസ്ഥ അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണം നടത്തി തുടങ്ങി. കർഷകരെ പ്രീതിപ്പിക്കാനും അവർ CPIയിൽ ചേരാതിരിക്കാനും വേണ്ടി കോൺഗ്രസ് സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾ തോറും ഭൂവുടമ വ്യവസ്ഥ അവസാനിപ്പിച്ചു തുടങ്ങി. ഇതിനിടയിൽ CPIക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങളും നേരിട്ടു തുടങ്ങി. അതോടെ CPI പിളർന്ന് CPIM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊരു പുതിയ പാർട്ടി രൂപപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 വിഭാഗങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒന്ന് CPI, മറ്റൊന്ന് CPIM, പിന്നെ ചൈനയിലെ മാവോ സേതുങ്ങിനെ പോലെ ഇന്ത്യയിൽ ആയുധമെടുത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച ചാരു മജുംദാറുടെ മറ്റൊരു സംഘം. എന്നാൽ ചാരു മജുംദാറുടെ പ്രവർത്തനങ്ങൾ അക്രമാസക്തവും ഇന്ത്യൻ നിയമങ്ങൾക്ക് വിരുദ്ധവുമായിരുന്നതിനാൽ തന്നെ ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തെ തിരയുകയായിരുന്നു. ആ സമയത്ത് ചാരു മജുംദാറും സംഘവും പശ്ചിമ ബംഗാളിൽ ഒളിവിലായിരുന്നു. അദ്ദേഹം എപ്പോഴും CPIയുടെ തിരഞ്ഞെടുപ്പുകളെ വിമർശിക്കാറുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണവ്യവസ്ഥയിൽ തന്നെ നിന്നാൽ ഒരിക്കലും യഥാർത്ഥ വിപ്ലവം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. ആയുധങ്ങളിലൂടെയാണ് ശക്തി ലഭിക്കുന്നതെന്നും ചൈനയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്ത്യയിലും മാവോയിസ്റ്റ് ശൈലിയിലുള്ള സായുധ വിപ്ലവം നടത്തണമെന്നും ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കണമെന്നും ചാരു മജുംദാർ ആഗ്രഹിച്ചു. ചാരു മജുംദാർ ഒളിവിൽ കഴിഞ്ഞിരുന്നതിനാൽ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ രേഖകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും എഴുതിയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. 1968 ജനുവരി 28 മുതൽ തുടർന്നുള്ള 2 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം 8 ഗ്രന്ഥങ്ങൾ എഴുതി. നക്സലിസം എവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നോ അവിടെയെല്ലാം ചാരു മജുംദാറുടെ ഈ 8 ഗ്രന്ഥങ്ങളും പരാമർശിക്കപ്പെടും. അത്രയും ആശയസമ്പന്നമായിരുന്നു അവ. ചിലർ ഇവയെ ചരിത്രപ്രധാനമായ 8 പ്രമാണങ്ങൾ എന്ന് വിളിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ആയുധത്തിൻ്റെ സഹായത്തോടെ ഘട്ടം ഘട്ടമായി അധികാരത്തിലെത്തുന്നത് എങ്ങനെയാണെന്ന് ചാരു മജുംദാർ ഈ രേഖകളിൽ എഴുതിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിരുന്നു.
മാത്രമല്ല CPIയുടെ തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തത്തെ അദ്ദേഹം വിമർശിക്കുകയും അധികാരം നേടുന്നതിനായി മാവോ സേതുങ് ചൈനയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇന്ത്യയിലും പാവപ്പെട്ട കർഷകർ കത്തിയും വടിവാളും മറ്റായുധങ്ങളുമായി ഗ്രാമങ്ങളിലെ അധികാരമുള്ള ജന്മിമാരെ കൊന്നൊടുക്കണം. അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും കൊന്ന് ആദ്യം ഗ്രാമങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നഗരങ്ങളിലേക്ക് നീങ്ങണം. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെയായിരുന്നു ചാരു മജുംദാറിൻ്റെ 8 ഗ്രന്ഥങ്ങളിലൂടെ സ്റ്റെപ്പ് ബൈ അദ്ദേഹം വിശദീകരിച്ച് എഴുതിയിരുന്നത്. ഈ 8 രേഖകളും എഴുതിയ ശേഷം ചാരു മജുംദാർ തൻ്റെ രഹസ്യ ചാരന്മാരെ ഉപയോഗിച്ച് തൻ്റെ ഈ ആശയങ്ങൾ വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കും ലഘുരേഖകളായി എത്തിച്ചിരുന്നു. ഈ അക്രമവും കലാപവും നിറഞ്ഞ കുറിപ്പുകൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി എത്താൻ തുടങ്ങിയതോടെ CPIയും CPMും ചാരു മജുംദാറിനെ വിമർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ അവരുടെ പാർട്ടിയിൽ നിന്ന് പോലും വിലക്കി. എന്നാൽ ഇതേ വർഷം തന്നെ 1967 ചാരു മജുംദാറുടെ ആയുധമെടുത്തുള്ള വിപ്ലവ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംഭവം ഇന്ത്യയിലുണ്ടായി. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ സിലിഗുരി പ്രദേശത്തിന് സമീപം ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് നക്സൽബാരി. ഇതൊരു ആദിവാസി ഏരിയയായിരുന്നു. പ്രധാനമായും സന്താൾ, ഓറോവോൺ, മുണ്ട, രാജ്ബൻസി എന്നിങ്ങനെയുള്ള ഗോത്ര സമൂഹങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇവരിൽ ഏകദേശം 40% പേരും ഭൂ ഉടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവിടെ അവർ ചൂഷണങ്ങൾ മാത്രമല്ല, ജാതീയ വംശീയ വേർതിരിവുകളും വൻതോതിൽ അവർ നേരിട്ടിരുന്നു. ഈ നക്സൽബാരി ഗ്രാമത്തിന് പുറത്തായി 3 പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഒന്ന് നക്സൽബാരി പോലീസ് സ്റ്റേഷൻ, രണ്ടാമത്തേത് ഖാരിബാരി പോലീസ് സ്റ്റേഷൻ, മൂന്നാമത്തേത് ഫൻസിദേവ പോലീസ് സ്റ്റേഷൻ. ഈ നക്സൽബാരി ഗ്രാമത്തിൽ ബിമൽ കിസാൻ എന്നൊരു ആദിവാസി കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി കുറച്ച് കൃഷിഭൂമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ ആ പ്രദേശത്തെ ജന്മിമാർക്കും പ്രമാണിമാർക്കും കുറഞ്ഞ ജാതിയിലുള്ള ആദിവാസികൾ കൃഷിഭൂമി കൈവശം വച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ആ പ്രദേശത്തെ ഈശ്വർ ടിർക്കി എന്ന പ്രമാണി ബിമൽ കിസാൻ്റെ ഭൂമി കയ്യേറി കൈക്കലാക്കി വെച്ചു. ബിമൽ കിസാൻ എത്ര കേൺ അപേക്ഷിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂമി തിരികെ കൊടുക്കാൻ ഈശ്വർ ടിർക്കി എന്ന പ്രമാണി തയ്യാറായില്ല. എന്നാൽ ബിമൽ കിസാൻ പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയിരുന്നുവെങ്കിലും ആ ആദിവാസി യുവാവിൻ്റെ പരാതി കേൾക്കാനോ പരിഹരിക്കാനോ പോലീസ് തയ്യാറായില്ല. അങ്ങനെ ബിമൽ കിസാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. കേസ് വളരെ കാലം നീണ്ടു നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1967 മാർച്ച് 2 അക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ CPIയുടെയും CPMൻ്റെയും പിന്തുണയോടെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. യാദൃച്ഛികമായി അതേ ദിവസം തന്നെയാണ് ബിമൽ കിസാന് അനുകൂലമായി കോടതി വിധിയും വന്നത്. അങ്ങനെ ബിമൽ കിസാന് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ഔദ്യോഗികമായി ലഭിച്ചു. കേസ് വിജയിച്ചതിൽ ബിമൽ കിസാൻ വളരെ സന്തോഷവാനായിരുന്നു. അങ്ങനെ തൻ്റെ കൃഷിഭൂമിയിൽ ബിമൽ കിസാൻ ജോലി ചെയ്യുന്നതിനായി പോയി. എന്നാൽ ബിമൽ കിസാൻ്റെ കൃഷിഭൂമി കൈവശം വച്ചിരുന്ന ഈശ്വർ ടിക്കിയും കൂട്ടരും കോടതി വിധി മാനിക്കാതെ ബിമൽ കിസാനെ തൻ്റെ കൃഷിഭൂമിയിൽ നിന്നും അടിച്ചു പുറത്താക്കി. അങ്ങനെ ബിമൽ കിസാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷേ ഒരു സഹായവും ലഭിച്ചില്ല. എന്നാൽ നിയമങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റു ചിലർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ആ പ്രദേശത്ത് വളരെ അറിയപ്പെടുന്ന CPIയുടെ പ്രാദേശിക നേതാവായ ജംഗൽ സന്താലിനെ പോയി കാണുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന ചാരു മജുംദാറും കനു സന്യാലും ഈ മേഖലയിൽ സജീവമായിരുന്നു. ബിമൽ കിസാൻ അവരോടെല്ലാം പോയി സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ അതേ ദിവസം തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ CPIക്കുള്ളിലെ കാറൽ മാർക്സിൻ്റെയും ലെനിനിൻ്റെയും മാവോ സേതുങ്ങിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങളെ അനുകൂലിച്ചിരുന്ന CPIയിലെ 150ഓളം അംഗങ്ങളും ആദിവാസി കർഷകരും ചേർന്ന് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. അവർ പാർട്ടി പതാകകൾ കൈകളിൽ പിടിച്ചുകൊണ്ട് അമ്പും വില്ലും കുറുവടുകളുമായി ആദിവാസികളുടെ ഭൂമി കൈവശം വച്ചിരുന്നവരെയും മറ്റ് പ്രമാണിമാരെയും ആക്രമിക്കുകയും പ്രമാണിമാർ ശേഖരിച്ചു വച്ചിരുന്ന അന്നത്തെ അളവിൽ 300 കുന്ന് നെല്ല്, അതായത് 12 ടൺ അരി കൊള്ളയടിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഇവിടം കൊണ്ട് മാത്രം നിന്നില്ല. 1967 മാർച്ച് 18 ആ പ്രദേശത്തെ CPI നേതാക്കൾ വീണ്ടും അവിടുത്തെ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തി. കർഷകർ ഒരു ആവശ്യമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ യാതൊരു പരിഗണനയും നൽകാത്ത പോലീസ് ഞങ്ങൾക്കിനി വേണ്ടെന്നും പോലീസ് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് കടക്കാൻ പാടില്ലെന്നും തീരുമാനമെടുത്തു.
അങ്ങനെ ഗ്രാമവാസികൾ പോലീസിന് ഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ഭൂവുടമകളെ ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമി CPIയുടെ കിസാൻ വിഭാഗമായ തരായി കിസാൻ സഭയിൽ 20 പൈസ നൽകി അംഗത്വമെടുക്കുന്നവർക്ക് ഭൂമി പകുത്തു നൽകിയിരുന്നതിനാൽ തന്നെ ദിനംപ്രതി കർഷകർ CPIയിലും കിസാൻ വിഭാഗങ്ങളിലും ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി 1967 മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസത്തിനുള്ളിൽ പ്രമാണിമാർക്കെതിരെയുള്ള 100ഓളം ആക്രമണങ്ങൾ നടത്തിയും ഭൂവുടമകളെ കൊന്നും അവരുടെ ഭൂരേഖകൾ കത്തിച്ച് ഭൂമി പിടിച്ചെടുത്തുകൊണ്ടേയിരുന്നു. പോലീസ് അന്വേഷണത്തിന് വന്നാൽ അവരെ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1967 മെയ് 23-ന് സോനം വാങ്ഡി എന്നൊരു ഇൻസ്പെക്ടർ നക്സൽബാരി ഗ്രാമത്തിനുള്ളിൽ പ്രവേശിച്ചു. അദ്ദേഹം ആ ഗ്രാമത്തിൽ കടന്ന ഉടനെ തന്നെ അവിടുത്തെ നേതാവായ ജംഗൽ സന്താലും ഗോത്ര സമൂഹങ്ങളും ചേർന്ന് ഇൻസ്പെക്ടർ സോനം വാങ്ഡിയെ അമ്പെയ്തിട്ടു. 2 അമ്പുകൾ വളരെ ആഴത്തിൽ തറച്ചു കയറിയതിനാൽ ആ ഇൻസ്പെക്ടർ അവിടെ തന്നെ വീണ് മരിച്ചു. ഈ ഒരു സംഭവം നടന്നതോടെ പോലീസ് വകുപ്പ് വളരെയധികം കോപാകുലരായി. അങ്ങനെ പോലീസ് ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി തൊട്ടടുത്ത ദിവസം തന്നെ 24, 25 തീയതികളിൽ പോലീസിൻ്റെ വലിയൊരു സേന രൂപീകരിച്ച് ഗ്രാമത്തിനുള്ളിൽ പ്രവേശിച്ചു. അപ്പോഴും ആ പോലീസിനെതിരെ ആക്രമണമുണ്ടായി. ഈ സമയത്ത് പോലീസ് വെടിയുതിർത്തു. പോലീസിൻ്റെ വെടിവയ്പ്പിൽ 9 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 11 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. ഇതോടെ പ്രശ്നം അടുത്ത ഗോത്രമേഖലകളിലേക്കും വ്യാപിച്ചു. ഫൻസിദേവ, ഖാരിബാരി ഈ ഗോത്രമേഖലകളിൽ നിന്നും പോലീസിനെതിരെ ആക്രമണമുണ്ടായി. ഇന്ത്യയിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഉണ്ടാകുന്നതായി ചൈനയിൽ തുടർച്ചയായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിൽ പ്രശ്നം വളരെയധികം വഷളായതോടെ CPIM സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 72 ദിവസത്തിനുള്ളിൽ കാര്യമായ നടപടികൾ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി 1500ഓളം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ട് 1967 ഓഗസ്റ്റ് 10-ന് ഗ്രാമങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന് സംശയിക്കപ്പെടുന്ന 700ഓളം പേരെ അറസ്റ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ ജംഗൽ സന്താലും അറസ്റ്റിലായി. എന്നാൽ ചാരു മജുംദാറും കനു സന്യാലും ഒളിവിൽ പോയി. ഈ സാഹചര്യത്തിൽ സർക്കാർ ഈ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എന്നാൽ മറ്റൊരു പ്രശ്നം എന്തെന്ന് വച്ചാൽ പശ്ചിമ ബംഗാളിലെ നക്സൽബാരിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളായ ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും കലാപം വ്യാപിച്ചിരുന്നു. ചൈനയിലെ മാവോ സേതുങ് നടത്തിയിരുന്ന വിപ്ലവ മുന്നേറ്റത്തിന് സമാനമായ പ്രവർത്തനം ഇന്ത്യയിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ നടന്നിരുന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലെ നക്സൽവാദ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത്തരം സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ നക്സൽവാദി എന്നും വിളിക്കപ്പെട്ടു. മറ്റു ചിലർ ചൈനയുമായി ബന്ധപ്പെടുത്തി മാവോവാദി എന്നും വിളിച്ചിരുന്നു. ഇത്തരം കലാപങ്ങൾ ആ പ്രദേശത്ത് വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ആയതിനാൽ തന്നെ ഇന്ത്യൻ സർക്കാർ അത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയും അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി CPIയുടെയും CPMൻ്റെയും പിന്തുണയോടെ ബംഗാളിൽ അധികാരത്തിൽ വന്ന യുണൈറ്റഡ് ഫ്രണ്ട് എന്ന മുന്നണിയെ 1968 ഡിസംബർ 28-ന് ഇന്ത്യൻ സർക്കാർ പിരിച്ചുവിടുകയും പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുകയും ചെയ്തു. തുടർന്ന് നക്സൽവാദിയുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ത്യൻ സേന അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രധാന ആൾക്കാരായ കനു സന്യാലിനെയും ചാരു മജുംദാറിനെയും പിടികൂടാനായില്ല. അവർ ഒളിവിൽ തന്നെ തുടർന്നു. അങ്ങനെയിരിക്കെ 1968 ഡിസംബറിൽ കനു സന്യാൽ കുറച്ചുപേരെ നേപ്പാൾ വഴി ചൈനയിലേക്ക് രാഷ്ട്രീയ സൈനിക പരിശീലനം നേടുന്നതിനായി കൊണ്ടുപോയി. അങ്ങനെ ചൈനയിലെത്തിയ ശേഷം കനു സന്യാൽ റെഡ് ബുക്ക് പഠിക്കുകയും മാവോയുടെ പരിശീലന കുറിപ്പുകളിൽ നിന്ന് തന്ത്രങ്ങൾ പഠിക്കുകയും അവ ഇന്ത്യയിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് 1969 തിരിച്ച് ഇന്ത്യയിൽ വരികയും ചാരു മജുംദാറിനെ കണ്ട് ചൈനയിൽ നിന്ന് പഠിച്ച മാവോയുടെ രാഷ്ട്രീയ സൈനിക സിദ്ധാന്തം പങ്കുവച്ച് ചാരു മജുംദാറിൻ്റെ സായുധ പോരാട്ടവുമായി ലയിച്ചു. ആയുധങ്ങൾ മാത്രം വെച്ച് പോരാടുന്ന ഒരു ദേശീയ തലത്തിലുള്ള പാർട്ടി രൂപീകരിക്കുന്നതിനായിട്ടുള്ള ഒരു കൃത്യമായ പദ്ധതി അദ്ദേഹം പിന്നീട് തയ്യാറാക്കി. 1969 ഏപ്രിൽ 22-ന് വ്ളാഡിമർ ലെനിൻ്റെ 100ാം ജന്മദിനത്തിൽ അവർ താൽക്കാലിക ആസൂത്രിത ഗ്രൂപ്പായ ഓൾ ഇന്ത്യ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻസ്, അതായത് AICCR രൂപീകരിച്ചു. അത് പിന്നെ അൾട്രാ റാഡിക്കൽ പാർട്ടിയായി മാറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആൻഡ് ലെനിനിസ്റ്റ് CPIML. ഈ CPIML പ്രവർത്തിക്കുന്നിടത്തെല്ലാം
അവർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും സർക്കാരിനെതിരെ ആയുധങ്ങൾ കൊണ്ട് പോരാടാനുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതായിരുന്നു CPIMLൻ്റെ പാർട്ടി നയവും. ചൈനയുടെ പാതയാണ് നമ്മുടെ പാത, ചൈനയുടെ ചെയർമാൻ നമ്മുടെ ചെയർമാനാണ്, വർഗശത്രുക്കളുടെ രക്തം ചിന്താത്തവരെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കാൻ യോഗ്യരല്ല എന്നതുപോലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു അവർ ഇതെല്ലാം ആസൂത്രണം ചെയ്തിരുന്നത്. ആയുധമെടുത്ത് പോരാടി ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കണമെന്ന CPIMLൻ്റെ പാർട്ടി നയത്തോട് കൂറും അനുഭാവം പുലർത്തിയിരുന്ന 17,000-ലധികം ആളുകൾ CPIML എന്ന പാർട്ടിയിൽ ചേർന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ CPIML ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ നക്സലിസത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറി. അവർ ആയുധമെടുത്തുള്ള പോരാട്ടം തുടരുകയും ഇന്ത്യൻ സർക്കാരിനെതിരായ ഏത് പ്രതിഷേധത്തിലും CPIML പങ്കെടുക്കാറുമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കനു സന്യാൽ ആ പ്രദേശത്തിലെ ഗോദാവരി ജില്ലയിലെ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതായും ആ പ്രദേശത്ത് നക്സലിസം ഏകോപിപ്പിക്കുന്നതായും ഇന്ത്യൻ സേനയ്ക്ക് രഹസ്യം വിവരം ലഭിച്ചു. ഉടനെ തന്നെ ഇൻ്റലിജൻസ്, ആന്ധ്രാപ്രദേശ് പോലീസ്, സെൻട്രൽ ഇൻ്റലിജൻസ് എന്നിവർ ചേർന്ന് 1970 ഓഗസ്റ്റ് 1 കനു സന്യാലിനെ അറസ്റ്റ് ചെയ്തു. CPIMLന് ഇത് വലിയൊരു ഞെട്ടലായിരുന്നു. പക്ഷേ ചാരു മജുംദാർ ഇപ്പോഴും ഒളിവിലായിരുന്നു. അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ നക്സലിസം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യം വെറുതെ ഇരുന്നില്ല. 1971 ജൂലൈ മുതൽ ഓപ്പറേഷൻ സ്റ്റെപ്പിൻ ചെയർ എന്ന പേരിൽ ആൻറ്റി നക്സലിസ്റ്റ് അണ്ടർടേക്കിംഗ് നടത്തി. നക്സലിസവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവർ എന്ന് സംശയിക്കുന്ന ഏതാണ്ട് 20,000-ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചു. അവരിൽ ഒരാൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ചാരു മജുംദാറിൻ്റെ കൃത്യമായ വിലാസം വെളിപ്പെടുത്തി. മുഴുവൻ നക്സൽ പ്രവർത്തകരുടെയും തലവനായിരുന്ന ചാരു മജുംദാറിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് അന്നത്തെ 10,000 രൂപ ഇന്ത്യൻ സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ചാരു മജുംദാർ കൊൽക്കത്തയിലെ എൻഡ്ലി ഏരിയയിലെ 113-ൽ ബേലിയാഘട്ട റോഡ് എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ സമയം പാഴാക്കാതെ 1972 ജൂലൈ 16 പുലർച്ചെ 1 മണിക്ക് പോലീസ് ആ സ്ഥലം റെയ്ഡ് ചെയ്ത് ചാരു മജുംദാറിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 12 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 1972 ജൂലൈ 28 കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്തെ ലാൻ ബസാർ സെൻട്രൽ ലോക്കപ്പിൽ ചാരു മജുംദാർ മരിച്ചു. അദ്ദേഹത്തിന് ഇതിനോടകം ക്ഷയരോഗമുണ്ടായിരുന്നുവെന്നും ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നും പോലീസ് ഔദ്യോഗികമായി പ്രസ്താവിച്ചു. പക്ഷേ നക്സലൈറ്റ് പ്രവർത്തകർ അത് വിശ്വസിച്ചില്ല. പോലീസ് മർദ്ദനത്തിലാണ് ചാരു മജുംദാർ മരണപ്പെട്ടതെന്നും ഇതൊരു കസ്റ്റഡി കൊലപാതകമാണെന്നും അവർ പറഞ്ഞു. എന്നാൽ ചാരു മജുംദാറിൻ്റെ മരണശേഷം നക്സലൈറ്റ് പ്രവർത്തനത്തിന് ഒരു കോർഡിനേഷനോ നേതൃത്വവുമൊക്കെ ഇല്ലാണ്ടായി തുടങ്ങി. അങ്ങനെയിരിക്കെ നക്സൽ പ്രവർത്തനം ഇനി ഒരിക്കലും ശക്തി പ്രാപിക്കാതിരിക്കാൻ വേണ്ടി 1973 മുതൽ സൈന്യവും CRPFും ചേർന്ന് ഓപ്പറേഷൻ തണ്ടർ ആരംഭിച്ചു. ഇതോടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1974 ആയപ്പോഴേക്കും വലിയ തോതിൽ നക്സലേറ്റ് പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ കഴിഞ്ഞു. ഇതേ വർഷം തന്നെ 1974 ആദിവാസി കർഷകരിൽ നക്സലിസത്തോടുള്ള പിന്തുണ കുറയ്ക്കുന്നതിനു വേണ്ടി പഞ്ചവത്സര പദ്ധതി പോലുള്ള നിരവധി പദ്ധതികളും സംരംഭങ്ങളും ആദിവാസി കർഷകർക്കായി സർക്കാർ അവതരിപ്പിച്ചു. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി MISA രൂപീകരിച്ചു. അതായത് മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ട് രൂപീകരിച്ച് നക്സൽ പ്രവർത്തന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടപ്പിലാക്കി തുടങ്ങി. അങ്ങനെ ബീഹാർ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള നക്സലൈറ്റ് പ്രവർത്തകരെ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതേ തുടർന്ന് നക്സൽ ഗ്രൂപ്പുകളെയും നിരോധിച്ചു. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ നക്സലിസം ദുർബലമായി. പിടിക്കപ്പെടാത്ത ബാക്കിയുള്ള നക്സലേറ്റുകൾ അവർ ഒളിവിൽ പോയി. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്തെ 2 വർഷത്തിനിടയിൽ MISA ആക്ട് പ്രകാരം നക്സലിസത്തെയും പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ അമർച്ച ചെയ്ത് ഒതുക്കിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്നു വന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ തുടർന്ന് വന്ന രാഷ്ട്രീയ എതിർപ്പുകളും അഴിമതിയും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പത്രങ്ങൾ സെൻസർഷിപ്പിന് വിധേയമാക്കിയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യവും എന്നിവയെല്ലാം നിഷേധിച്ച് പൗരൻ്റെ മൗലിക അവകാശങ്ങളിലെല്ലാം നിയന്ത്രണം കൊണ്ടുവന്ന് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് ആഭ്യന്തര അസ്വസ്ഥതയ്ക്ക് വഴിവെച്ച സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനാ ദുരുപയോഗത്തിനെതിരെ ജനവികാരം ശക്തമായിരുന്നതിനാൽ 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ
അടിയന്തരാവസ്ഥ പിൻവലിച്ച് മൂന്നാമത്തെ ദിവസം, അതായത് 1977 മാർച്ച് 24 വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ JP, അതായത് ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരികയും ചെയ്തു. താൻ അധികാരത്തിലെത്തിയാൽ പൗരസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുമെന്നും അടിയന്തരാവസ്ഥ കാലത്ത് MISA ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ തടവുകാരാക്കപ്പെട്ടവരെ വിട്ടയക്കുമെന്നും മൊറാർജി ദേശായി നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജയിലിൽ കഴിയുകയായിരുന്ന നക്സലൈറ്റ് പ്രവർത്തകർ അന്നത്തെ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിക്ക് ഒരു നിവേദനം എഴുതി. തങ്ങൾ MISA ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണെന്നും തങ്ങൾ ഇനി ആയുധമെടുക്കില്ലെന്നും ഇനി മുതൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാമെന്നും അതിനാൽ തങ്ങളെ ഇപ്പോൾ ജയിൽ മോചിതരാക്കണം എന്നുമായിരുന്നു ആ ഒരു അപേക്ഷ. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇത് അംഗീകരിക്കുകയും സായുധ പോരാട്ടം പുനരാരംഭിക്കില്ലെന്ന് രേഖാമൂലം ഉറപ്പുവാങ്ങി ഘട്ടം ഘട്ടമായി അവരെ ജയിൽ മോചിതരാക്കുകയും ചെയ്തു. നക്സലൈറ്റ് പ്രവർത്തകരായിരുന്നവരെ ഇങ്ങനെ വിട്ടയച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഒരാൾ കൂടി ജയിൽ മോചിതനായി പുറത്തിറങ്ങിയിരുന്നു. അത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തെ ചാരു മജുദാറിനോടൊപ്പം തന്നെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന കൊണ്ടാപ്പള്ളി സീതാരാമയ്യ ആയിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ പല നക്സലൈറ്റ് പ്രവർത്തകരും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന CPI, CPIM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ചേർന്നു. എന്നാൽ കൊണ്ടാപ്പള്ളി സീതാരാമയ്യരും അനുയായികളും നക്സൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിച്ചില്ല. ആയതിനാൽ നക്സൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനായി കൊണ്ടാപ്പള്ളിയും അനുയായികളും ഒളിവിൽ പോയി. അവർ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് എല്ലാ നക്സൽ ഗ്രൂപ്പുകളെയും സജീവമാക്കാനും പുനർസംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ അടുത്ത 3 വർഷത്തിനുള്ളിൽ MCC പോലുള്ള, അതായത് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ പോലുള്ള 40ഓളം ചെറു നക്സൽ ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് രാവും പകലും പ്രവർത്തിച്ച് ഏതാണ്ട് 30,000 പേരെ വീണ്ടും നക്സൽ പ്രവർത്തനത്തിനായി സംഘടിപ്പിക്കുവാൻ കൊണ്ടാപ്പള്ളി സീതാരാമയ്ക്കായി. അങ്ങനെ നക്സലിസത്തിൻ്റെ ശക്തമായൊരു അടിത്തറ കെട്ടിപ്പടുത്ത ശേഷം 1980 കൊണ്ടാപ്പള്ളി സീതാരാമയ്യ PWG എന്നൊരു പേരിൽ, അതായത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ദേശീയ തലത്തിലുള്ള നക്സലൈറ്റ് ഗ്രൂപ്പ് സൃഷ്ടിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നക്സലിസം അവസാനിപ്പിക്കാൻ സർക്കാർ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പാഴാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നക്സലിസം മുമ്പത്തെ പോലെ തിരിച്ചെത്തി. മുൻകാലത്ത് നക്സലൈറ്റുകൾ ഗ്രാമങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് കർശന നടപടിയെടുത്ത് വേഗം ആ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ആയതിനാൽ തന്നെ കൊണ്ടാപ്പള്ളി സീതാരാമയ്യ പീപ്പിൾസ് വാർ രൂപീകരിച്ചപ്പോൾ അദ്ദേഹം തന്ത്രങ്ങൾ മാറ്റി. അദ്ദേഹം ഗ്രാമങ്ങൾക്ക് പകരം ഇടതൂർന്ന വനങ്ങളിൽ താവളങ്ങൾ സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹം പദ്ധതിയിട്ടിരുന്നത്. അങ്ങനെ കൊണ്ടാപ്പള്ളി രൂപീകരിച്ച പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന നക്സലൈറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം ഉൾവനങ്ങളിൽ കേന്ദ്രീകരിച്ചതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമായി ഈ നക്സലൈറ്റ് ഗ്രൂപ്പ് മാറി. അതെങ്ങനെയെന്ന് വച്ചാൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ 12% ഡെൻസ് ഫോറസ്റ്റാണ്. അതായത് 4 കോടി ഹെക്ടർ ഏരിയ നിബിഡ വനമാണ്. ഇത്തരം വനപ്രദേശങ്ങൾ കൂടുതലുമായി ഉള്ളത് ത്രിപുര, അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീസ, തെലുങ്കാന, മഹാരാഷ്ട്ര എന്നിങ്ങനെ നീണ്ടുപോകുന്ന മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ഈ വനപ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലായി ഇന്ത്യയിലെ ഗോത്ര ജനസംഖ്യയുടെ 5% വരുന്ന വിവിധ ഗോത്ര ആദിവാസികൾ താമസിച്ചിരുന്നു. ഇവർക്ക് വനവും വെള്ളവും ഗോത്ര സംസ്കാരങ്ങളുമായിരുന്നു പ്രധാനമായിരുന്നത്. അവർക്ക് ആധുനിക ലോകത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവർ ഇടതൂർന്ന വനങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. സർക്കാരിൻ്റെ പക്കൽ പോലും വനത്തിനുള്ളിൽ എവിടെയൊക്കെ ട്രൈബൽ വിഭാഗങ്ങൾ വസിക്കുന്നു എന്നതിന് വ്യക്തമായ ഒരു രേഖ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല റോഡുകളോ സ്കൂളുകളോ ആശുപത്രികളോ പോലീസ് സംവിധാനമോ ഒന്നും തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 1980 കൊണ്ടാപ്പള്ളി സീതാരാമയ്യ രൂപീകരിച്ച പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന നക്സലൈറ്റ് പ്രവർത്തകർ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള നിബിഡ വനങ്ങളിൽ താമസിക്കുന്നവരായ ഗോത്രങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയത്. പ്രധാനമായും ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ബീഹാർ എന്നിങ്ങനെയുള്ള ഇടതൂർന്ന വനപ്രദേശങ്ങൾക്കുള്ളിലേക്കായിരുന്നു. അങ്ങനെ PWG നക്സൽ പ്രവർത്തകർ ഉൾവനങ്ങൾ കയറിയപ്പോൾ അവർ ആദിവാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ആദിവാസികളോട് സംസാരിക്കാൻ ആദിവാസികളുടെ ഗോണ്ടി ഭാഷ പോലും അവർ പഠിച്ചു. അങ്ങനെ പതിയെ പതിയെ അവർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കാനും അവരെ പഠിപ്പിച്ചു.
അങ്ങനെയിരിക്കെ അതേ വർഷം തന്നെയാണ് 1980 വനസംരക്ഷണ നിയമത്തിലെ ആക്ട് 69 കൊണ്ടുവന്നത്. അങ്ങനെ വനഭാഗങ്ങളിലെ പല പ്രദേശങ്ങളിലും ഫോറസ്റ്റ് ഓഫീസുകൾ വരികയും വനനിയമങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. ഇത് വനത്തിനുള്ളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. വനത്തിനുള്ളിൽ നിന്ന് വിറക് ശേഖരിക്കുന്നതിനോ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ ഒരു സാഹചര്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ കൊണ്ടാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള നക്സലൈറ്റ് പ്രവർത്തകർ ആദിവാസികളെ പ്രേരിപ്പിക്കുകയും അവരുടെ പ്രചോദനത്താൽ ആദിവാസികൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ ഒരു പ്രതിഷേധ സമരത്തിലൂടെ ആദിവാസികൾക്ക് പ്രയോജനം ലഭിച്ചു. കാട്ടിനുള്ളിൽ വസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് സർക്കാർ ഇളവുകൾ നൽകി. തുടർന്ന് നക്സൽ പ്രവർത്തകരും ആദിവാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ പല കാര്യങ്ങളും ചെയ്തു. പേപ്പർ നിർമ്മാണത്തിനായിട്ടുള്ള ഈറമുളകളും തൊണ്ടുലകൾ ശേഖരിച്ച് ബീഡി ഉണ്ടാക്കിയും ഇടനിലക്കാർക്ക് 1 രൂപ മുതൽ 4 രൂപ വരെയുള്ള കുറഞ്ഞ വിലയ്ക്കായിരുന്നു അവർ വിറ്റിരുന്നത്. അത് അർഹിക്കുന്ന വില കിട്ടാത്തൊരു ചൂഷണം തന്നെയായിരുന്നു. ഇത് മനസ്സിലാക്കിയ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന നക്സലേറ്റ് പ്രവർത്തകർ അത്തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ആദിവാസികളെ സംഘടിപ്പിച്ച് അവർക്കായി AKMS, അതായത് ആദിവാസി കിസാൻ മസ്ദൂർ സംഘ് എന്ന പേരിൽ ഒരു യൂണിയൻ രൂപീകരിച്ചു. അതിനുശേഷം ആദിവാസികൾക്കൊപ്പം അവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ആദിവാസികൾക്ക് അതിൽ പ്രയോജനം ലഭിച്ചു. 1 രൂപ മുതൽ 4 രൂപ വരെ കിട്ടിയിരുന്ന സ്ഥാനത്ത് 25 രൂപ ലഭിക്കാൻ തുടങ്ങി. ഇത് ആദിവാസികളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ആ സമയത്ത് അവിടെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർമാർ ആദിവാസികളിൽ നിന്ന് കൈക്കൂലി വാങ്ങാറുണ്ടായിരുന്നു. ആദിവാസി സ്ത്രീകളെ ഉപദ്രവിച്ച നിരവധി കേസുകളും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ നക്സലേറ്റുകൾ ആദിവാസികളെയും കൂട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഒരു ആദിവാസി പെൺകുട്ടിയെ ഉപദ്രവിച്ച ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ മരത്തിൽ കെട്ടിയിട്ട് എല്ലാ ആദിവാസി സ്ത്രീകളെയും കൊണ്ട് മുഖത്ത് തുപ്പിച്ചു. ഇത്തരം ഒരുപാട് സംഭവങ്ങളിൽ ആദിവാസികൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച നക്സലിസ്റ്റുകാരുടെ പ്രവർത്തനങ്ങൾ ആദിവാസികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായി. അവർ നക്സലിസ്റ്റുകളെ പിന്തുണയ്ക്കുവാൻ തുടങ്ങി. 1990 ആയപ്പോഴേക്കും ഗോത്രങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് നക്സലേറ്റുകൾ അവരുടെ സ്വാധീനം വികസിപ്പിച്ചു. ഗോത്ര മനുഷ്യർക്ക് സർക്കാരിനേക്കാൾ കൂടുതൽ വിശ്വാസം നക്സലൈറ്റുകാരോടായി. അങ്ങനെ കൊണ്ടാപ്പള്ളി സീതാരാമയ്യരുടെ അടവുകളും ആശയങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടന്നു തുടങ്ങി. സർക്കാരിൻ്റെ സ്കൂൾ, ആശുപത്രികൾ, പോലീസ് സ്റ്റേഷൻ, കോടതി ഇതൊന്നും തന്നെ ഇല്ലാതിരുന്ന ആ നിബിഡ വനത്തിനുള്ളിൽ നക്സലൈറ്റുകൾ അവരുടെ സമാന്തര സർക്കാർ ആരംഭിച്ചു. സ്വന്തമായി കോടതിയും നിയമങ്ങളും സൃഷ്ടിച്ചു. ആദിവാസി ഗോത്രങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ പ്രശ്നപരിഹാരത്തിനായി അവർ സമീപിക്കുന്നത് നക്സലൈറ്റുകളുടെ അടുത്തേക്കായിരുന്നു. നക്സലൈറ്റുകൾ നിർദ്ദേശിക്കുന്നതായിരുന്നു അവരുടെ പരിഹാരവും. ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിൽ തൊഴിലില്ലാത്ത യുവാക്കളെ നക്സലൈറ്റ് പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവരെ മാവോയിസ്റ്റ് സാഹിത്യങ്ങൾ പഠിപ്പിക്കുകയും നക്സലൈറ്റ് പ്രവർത്തകരാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കാടുകൾ നക്സലൈറ്റുകാരുടെ ഒരു കോളനിയായി മാറുകയും ഇതിനെ റെഡ് കോറിഡോർ എന്നറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ 1990 ശേഷം പതിയെ പതിയെ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. നക്സലൈറ്റുകൾ പിടിമുറുക്കിയ പ്രദേശങ്ങളൊന്നാകെ അവർ സമാന്തര സർക്കാർ നടത്താൻ തുടങ്ങി. ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവർ നക്സൽ പ്രവർത്തനങ്ങൾക്കായി കോൺട്രാക്ടേഴ്സിനെയും മറ്റ് സമ്പന്നരെയും ഒക്കെ തടഞ്ഞു വെച്ച് കൊള്ളയടിക്കുമായിരുന്നു. ഇത് ഇന്ത്യക്കുള്ളിൽ ഒരു ആഭ്യന്തര വിഷയമായി വളർന്നു. പോലീസുകാർ നക്സൽ പ്രവർത്തകരെ തിരഞ്ഞിറങ്ങുമ്പോൾ അവർക്കു നേരെയും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകും. ആ പ്രദേശങ്ങൾ നക്സലേറ്റുകാരുടെ നിയന്ത്രണത്തിലായതോടെ ആദിവാസികളും പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. ഫോറസ്റ്റ് ഓഫീസർമാർ, പോലീസുകാർ, വില്ലേജ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ എന്തിനേറെ പറയുന്നു, നക്സലൈറ്റുകളെ എതിർത്തിരുന്ന ആദിവാസികളെ പോലും അവരെ പോലീസ് ഇൻഫോർമർമാരായി മുദ്രകുത്തി കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. ഈ ഒരു മേഖലകളിലെയൊക്കെ ചുമതലയുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് പോലും ഭയമായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പ്രദേശത്തേക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫറായി പോലും എത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. MP, MLA പോലും തങ്ങളുടെ കുടുംബങ്ങളെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. കാരണം നക്സൽ പ്രവർത്തകർ ഇപ്പോൾ കാടിനുള്ളിൽ മാത്രമായിരുന്നില്ല ആധിപത്യം പുലർത്തിയിരുന്നത്. അവർ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വരികയും അവർക്കാവശ്യമുള്ളവ കൊള്ളയടിച്ച് ഉൾക്കാടുകളിലേക്ക് ഓടി മറയുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർന്നതോടെ ആദിവാസികൾ പോലീസിനും നക്സലൈറ്റുകാർക്കുമിടയിൽ ഏതാണ്ട് കുടുങ്ങിയ ഒരു അവസ്ഥയിലായി. നക്സലൈറ്റുകളെ റെയ്ഡ് ചെയ്യുന്നതിനായി പോലീസ് തിരഞ്ഞു വന്നാൽ നക്സലൈറ്റുകൾ ആദിവാസികളെ സംശയിക്കും.
എന്നാൽ നക്സലൈറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥരെയോ പോലീസ് സ്റ്റേഷനെയോ ആക്രമിച്ചാൽ ആദിവാസികളെ നക്സലൈറ്റുകളെന്ന് സംശയിച്ച് പോലീസ് പിടിച്ച് ജയിലിലടയ്ക്കും. അങ്ങനെ നക്സലൈറ്റുകൾക്കും പോലീസുകാർക്കുമിടയിൽ ഗോത്രവർഗ്ഗക്കാരും കുടുങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പീപ്പിൾസ് വാർ ഗ്രൂപ്പിലെ നക്സലൈറ്റുകൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കെതിരായ എല്ലാ സംഘടനകളുമായും ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ശ്രീലങ്കയിലെ LTTയുമായി ബന്ധപ്പെട്ടു. ശ്രീലങ്കയിലേക്ക് പോയി അവർ ഗൊറില്ല യുദ്ധത്തിന് പരിശീലനം നേടി. തുടർന്ന് ബോംബുകളും ലാൻഡ് മൈനുകളും ഉപയോഗിക്കുന്ന വിധമെല്ലാം പരിശീലിച്ചു. അങ്ങനെ LTTയിൽ നിന്ന് വൻ ആയുധശേഖരങ്ങളുമായി അവർ തിരികെ എത്തി ഇവിടുത്തെ മറ്റ് നക്സലൈറ്റുകളെയും പരിശീലിപ്പിച്ചു. തുടർന്ന് ആസാമിലെ ഉൾഫ ഗ്രൂപ്പുമായി ഏകോപനം തുടങ്ങി. അങ്ങനെ അവർ ഒരു സൈന്യത്തെ പോലെ ആയുധങ്ങളുടെ പിൻബലത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ റോഡുകളിൽ കുഴിബോംബുകൾ സ്ഥാപിച്ച് അതുവഴി കടന്നുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടാൻ തുടങ്ങി. ഗവൺമെൻറ് അവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും കാടുകൾക്കുള്ളിൽ ആദിവാസികളുടെ സപ്പോർട്ടോടുകൂടി ഒളിക്കുന്ന നക്സലൈറ്റുകളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞില്ല. മാത്രമല്ല അന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഏകോപനവും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ ഈ റെഡ് കോറിഡോറിന്മേലുള്ള നിയന്ത്രണം ഇന്ത്യക്ക് നഷ്ടമാകാൻ തുടങ്ങി. ഇന്ത്യയെ എതിർക്കുന്ന പല രാജ്യങ്ങളും ഈ നക്സലൈറ്റുകളെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതേ സമയത്ത് ഇന്ത്യ മറ്റൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. 1991 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യൻ വിപണി ഇന്ത്യൻ കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ബിസിനസ് സംരംഭങ്ങൾക്കായി അവസരങ്ങൾ നൽകി. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ധാതുക്കളും ലവണങ്ങളും ഈ വനമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി ഉണ്ടായിരുന്നതിനാലും ആ സമയത്ത് ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൻ്റെ 85% ഈ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നതിനാലും സ്വകാര്യ കമ്പനികൾ വനമേഖലാ പ്രദേശങ്ങളിലേക്കും ആദിവാസി മേഖലകളിലേക്കും പ്രവേശിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പ്രദേശങ്ങളിലെല്ലാം നക്സലൈറ്റുകളുടെ നിയന്ത്രണമുണ്ടായിരുന്നു. എന്നിരുന്നാലും വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ കമ്പനികളുടെ വരവിൽ ആശങ്കാകുലരായ ആദിവാസികളായ ഗോത്രവിഭാഗങ്ങൾ നക്സലൈറ്റ് ഗ്രൂപ്പുകളിൽ ഒരുപാടായിട്ട് ചേരാൻ തുടങ്ങി. അങ്ങനെ നക്സലൈറ്റ് പ്രവർത്തകർ വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു നക്സലൈറ്റ് സംഘം ഗവൺമെൻറ്റിൻ്റെയും കമ്പനികളുടെയും പ്രവർത്തനങ്ങൾക്ക് വിലങ്ങായി തുടങ്ങി. നക്സലൈറ്റുകൾ സംഘമായെത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ സർക്കാർ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ച് റെയ്ഡ് നടത്തി നക്സൽ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന കൊണ്ടാപ്പള്ളി സീതാരാമയ്യരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി നിരവധി കമ്പനികളെ ഇന്ത്യയിലെ ബിസിനസ് അവസരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും വനപ്രദേശങ്ങളിൽ കമ്പനികൾക്കായി ധാരാളം ഭൂമി അനുവദിച്ചു നൽകുകയും ചെയ്തിരുന്നു. കമ്പനികൾ ആദിവാസി മേഖലകൾക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികൾ പൂർണ്ണമായും ഒറ്റക്കെട്ടോടെ നക്സലിസത്തിന് പിന്തുണ നൽകിക്കൊണ്ട് നക്സൽ പ്രവർത്തനങ്ങളിൽ അണിചേർന്നു. അതോടെ ഇന്ത്യയിൽ നക്സലിസം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങി. നക്സലൈറ്റുകാർ കൂട്ടത്തോടെ കമ്പനികൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചു. സർക്കാർ കമ്പനികൾക്ക് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും അപ്രതീക്ഷിത നക്സലൈറ്റ് ആക്രമണങ്ങൾ സമീപ പ്രദേശങ്ങളിലെ മറ്റ് കമ്പനികളെ പോലും സാരമായി ബാധിച്ചു. ഒട്ടനവധി ആൾക്കാരുടെ ജോലിയെ ബാധിച്ചു. പശ്ചിമ ബംഗാളിൽ ടാറ്റ കമ്പനി നാനോ കാർ പ്ലാന്റിനായി ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്നാൽ നക്സലൈറ്റുകാരും ആദിവാസികളും ചേർന്ന് നിരവധി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നതിനാൽ ടാറ്റയുടെ നാനോ കാർ പ്ലാന്റ് ഗുജറാത്തിലേക്ക് മാറ്റി. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട 2000-ഓളം നേരിട്ടുള്ള ജോലിയും 10,000-ഓളം പരോക്ഷ ജോലിയും നഷ്ടപ്പെട്ടു. മാത്രമല്ല 1000 കോടി രൂപയുടെ നിക്ഷേപ നഷ്ടവും ഉണ്ടായി. അതുപോലെ ദക്ഷിണ കൊറിയയിലെ പോസ്കോ സ്റ്റീൽ കമ്പനി 2005 ഒഡീഷയിൽ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കാനായി എത്തിയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന ബിസിനസ് നിക്ഷേപമായിരുന്നു അത്. $12 ബില്യൺ. നക്സലൈറ്റുകൾ ഈ പ്രദേശങ്ങളിൽ വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നതിനാൽ ആ കൊറിയൻ കമ്പനി പ്രോജക്റ്റ് ഉപേക്ഷിച്ച് ഇന്ത്യ വിട്ടുപോയി. അങ്ങനെ ഇന്ത്യൻ എക്കണോമിയിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതുമാത്രമല്ല, നക്സലൈറ്റുകൾ കൈയടക്കി വച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ആ പ്രദേശം മുഴുവനുമായും യാതൊരു വികസനവും വരാതെ മുരടിച്ചു പോയിരുന്നു. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലെ MP, MLA മാർ, IPSകാർ, പോലീസുകാർ എന്നിവരെയെല്ലാം നിരന്തരം നക്സലൈറ്റുകൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അത്തരമൊരു സംഭവമാണ് 2003 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. നക്സലൈറ്റുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അവർ ആ വഴിയിൽ
17 കുഴിബോംബുകൾ സ്ഥാപിച്ചു. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ കാർ അതിലൂടെ കടന്നതും ബോംബുകൾ പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിൻ്റെ കാർ വായുവിൽ ഉയർന്നു പൊങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല എങ്കിലും കോളർ ബോൺ ഒടിഞ്ഞു. പ്രത്യേക സുരക്ഷാ സേനയുടെ പക്കൽ പോലും ഇല്ലാതിരുന്ന മൈനുകളായിരുന്നു നക്സലൈറ്റുകൾ അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തോടെ ഗവൺമെൻറ് നടപടികൾ വളരെ വേഗം ആരംഭിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നക്സലൈറ്റുകൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ചെറിയ ചെറിയ നക്സൽ ഗ്രൂപ്പുകളെയെല്ലാം ഒരുമിപ്പിച്ച് CPI മാവോയിസ്റ്റ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. അവർ ഏകീകൃത നക്സൽ ഗ്രൂപ്പായി വളരെ വേഗത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. 2010 ഏപ്രിൽ 6 ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിലെ ചിന്തൽനാർ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 76 CRPFകാരും 8 മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ സർക്കാരിന് പോലും ഭീഷണിയായി വലിയ ആയുധ ശേഖരങ്ങളോടെ നക്സലൈറ്റുകൾ ഇന്ത്യൻ സർക്കാരിനെതിരെ ഒരു ബദൽ സർക്കാർ സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആശയങ്ങളിൽ തുടങ്ങിയ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. നക്സലൈറ്റ് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങി. അതിന് കാരണം പല നക്സൽ നേതാക്കളും അഴിമതികളിലൂടെ പണം സമ്പാദിച്ച് സ്വന്തമായി ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ആക്രമണം പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പ്രവർത്തകരിൽ ആയുധങ്ങൾ നൽകി വിടുകയും നേതാക്കൾ സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. നക്സൽ ഗ്രൂപ്പുകളിലെ ഉയർന്ന നേതാക്കന്മാർ വലിയ സമ്പന്നരുമായിട്ടുള്ള ടൈഅപ്പുകൾ വഴി സ്വന്തമായി പണം സമ്പാദിക്കുകയും ധനികരാവുകയും അവർ ദരിദ്രർക്കായി പോരാടുന്നതായി അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നക്സൽ നേതാവ് സന്ദീപ് യാദവ് ഡൽഹിയിൽ തൻ്റെ മരുമകന് കോടികൾ വിലമതിക്കുന്ന ആഡംബര ഫ്ലാറ്റ് വാങ്ങി നൽകി. ഈ ഒരു സംഭവം നക്സൽ പ്രവർത്തകർക്കിടയിൽ ചോർന്നു. അതുപോലെ മറ്റൊരു നക്സൽ ലീഡറായിരുന്ന പ്രദ്യുൽ ശർമ്മ തൻ്റെ അനന്തരവൾക്ക് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങി നൽകി. ഈ സംഭവവും പുറത്തു വന്നു. അതുപോലെ തന്നെ അവരുടെയൊക്കെ വലിയ നേതാവായ കൊണ്ടാപ്പള്ളി സീതാരാമയ്യരും ധാരാളം ഭൂസ്വത്തുക്കൾ സമ്പാദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും എയിംസിലെ ഡോക്ടർമാരായിരുന്നു. അങ്ങനെ നേതാക്കന്മാർ സമ്പന്നരാവുകയും അണികൾ പട്ടിണിയും ദാരിദ്ര്യവും നേരിട്ടിരുന്നു. ഇത് നക്സലിസ്റ്റുകളുടെ ഇടയിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടു. നക്സലിസ്റ്റുകാരുടെ ഇടയിൽ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഇത് കാരണമായി. അങ്ങനെ പലരും നക്സലിസം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ നക്സലിസത്തിന് പിന്തുണ കുറഞ്ഞു. മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെൻറ് പല ഓപ്പറേഷനുകൾ നടത്തി നക്സലിസത്തെ അമർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. പോലീസ്, മിലിറ്ററി ഇൻ്റലിജൻസ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന അർബൻ നക്സലേറ്റുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതിനുശേഷം 74 നക്സൽ സംഘടനകളെ സർക്കാർ നിരോധിച്ചു. അങ്ങനെ നക്സലിസം തകർന്നു തുടങ്ങി. പതുക്കെ സർക്കാർ സറണ്ടർ പോളിസി അവതരിപ്പിച്ചു. അതിൻ്റെ കീഴിൽ നിരവധി നക്സലേറ്റുകൾ കീഴടങ്ങാൻ തുടങ്ങി. അതോടെ ആദിവാസി മേഖലകളിലേക്കും സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദിവാസി വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സംവരണം വരെ ഏർപ്പെടുത്തി. അങ്ങനെ സർക്കാർ ആഴത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ 180 ജില്ലകളിലായി പടർന്നു പന്തലിച്ചിരുന്ന നക്സലിസം ഇപ്പോൾ വെറും 18 ജില്ലകളിലായി ചുരുങ്ങി. മാത്രമല്ല, ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനും ആർക്കും താല്പര്യമില്ലാണ്ടായി. ആശയത്തിൽ നിന്നും ആയുധമെടുത്ത പ്രസ്ഥാനം ആശയം നഷ്ടപ്പെട്ട പ്രസ്ഥാനമായി അധപ്പതിച്ച് നക്സലിസം തകർന്നു. ഇനി അവശേഷിക്കുന്ന നക്സലേറ്റുകൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരും ഈ നക്സൽ പ്രസ്ഥാനം ഉപേക്ഷിക്കാനാണ് സാധ്യത. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ, സൈനിങ് ഓഫ്.